Welcome to all. Today we are going to discuss W Tailor's contribution to management. Frederick Winslow Taylor was an American inventor and engineer that applies his engineering and scientific knowledge to management. He was born in the USA in 1856. He developed a theory called scientific management theory, and he is called father of scientific management. His important books are Shop Management and the Principles of Scientific Management. Another contributor to management thoughts is W Tailor. W Taylorൻ്റെ മാനേജ്മെൻറ്റിലേക്കുള്ള മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. അദ്ദേഹം US-ലാണ് ജനിച്ചത്. ഹി വാസ് ആൻ ഇൻവെൻറ്റർ ആൻഡ് എൻജിനീയർ. ഒരു ഇൻവെൻറ്ററായിരുന്നു, അതുപോലെ തന്നെ ഒരു എൻജിനീയറും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ആൻഡ് എൻജിനീയറിംഗ് നോളേജ് മാനേജ്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള 2 ബുക്സുകളാണ് ഷോപ്പ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ലെറ്റ്സ് സീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. Scientific management implies the application of science to the job management of an industrial concern. It aims at replacement of traditional techniques by scientific techniques. According to Taylor, scientific management is the art of knowing exactly what you want men to do and then seeing that they do in the best and cheapest way. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള പ്രിൻസിപ്പിൾസും ടെക്നിക്സും മാനേജ്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ ട്രഡീഷണൽ ടെക്നിക്സിന് പകരം ശാസ്ത്രീയമായ രീതികൾ ഓർ മെത്തേഡ്സ് മാനേജ്മെൻറ്റിൽ കൊണ്ടുവരുന്നു. അതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ബൈ അതേഴ്സ്. മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഹ്യൂമൻ ബീയിങ്സിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ സയൻറ്റിഫിക് ടെക്നിക്സിലേക്ക് കൊണ്ടുവരികയാണ്. അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ചീപ്പസ്റ്റ് വേയിൽ ബിസിനസ്സിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡ്സും ടെക്നിക്സും അപ്ലൈ ചെയ്യുന്നു. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഫൈൻഡിങ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ്സ് of production, scientific selection and training of workers, proper allotment of duties and work, and achieving cooperation between workers and management. അപ്പോൾ ഇവിടെ നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ സയൻറ്റിഫിക് ടെക്നിക്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ മെത്തേഡ്സ് മാറ്റേണ്ട, ട്രഡീഷണൽ പ്രൊഡക്ഷൻ മെത്തേഡ്സൊക്കെ മാറ്റി സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ എംപ്ലോയീസിനെ ഓർ വർക്കേഴ്സിനെ സെലക്ഷൻ നടത്തുന്നു. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും സയൻറ്റിഫിക് മെത്തേഡിലൂടെ കൊടുക്കുന്നു. അപ്പോൾ വർക്ക് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ്, ഇതെല്ലാം നമ്മൾ ശാസ്ത്രീയമായ രീതിയിലൂടെ ചെയ്യണം. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വർക്കേഴ്സിൻ്റെ കോഓപ്പറേഷൻ വേണം. മാനേജ്മെൻറ്റ് ഈ സയൻറ്റിഫിക് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വർക്കേഴ്സിൻ്റെ കോഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ആപ്ലിക്കബിൾ ആവില്ല. സോ കോഓപ്പറേഷൻ ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സക്സസ്ഫുൾ ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. Taylor concentrated more on productivity and productivity-based wages. Taylor മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആണ്. നമുക്കറിയാം, ടൈലറൊക്കെ ക്ലാസിക്കൽ പീരീഡിൽ വരുന്നതാണ്. ക്ലാസിക്കൽ പീരീഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രൊഡക്ഷനാണ്, ഔട്ട്പുട്ടിനാണ്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് വേജസ് ആണ് ഇവിടെ എംപ്ലോയീസിന് കൊടുക്കുന്നത്. അവർ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ച് വേജസ് കൊടുക്കുക.
ഹി സ്ട്രെസ്ഡ് ഓൺ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. അദ്ദേഹം ടൈം സ്റ്റഡിക്ക് പ്രാധാന്യം കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ടൈം എ വർക്കർ ടേക്ക് ടു പ്രൊഡ്യൂസ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു വർക്കർ എത്ര സമയം എടുക്കുന്നു, അയാൾ എത്ര സമയത്തിന് ഓഫീസിലേക്ക് എത്തുന്നു, അപ്പോൾ അങ്ങനെ ടൈം. അതുപോലെ തന്നെ മോഷൻ സ്റ്റഡി, മൂവ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് വർക്കിനെ മെഷർ ചെയ്യാനായിട്ട് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നീക്സ് എന്ന് പറയുന്നത് ടൈം, മോഷൻ സ്റ്റഡി. അതൊക്കെ നമ്മുടെ മെഷർമെൻറ്റ് ഓഫ് വർക്ക് മെഷർമെൻറ്റ് ടെക്നീക്സൊക്കെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈലർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഔട്ട്പുട്ട് മാക്സിമം ഉണ്ടാക്കുക ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാക്കാം, അതിനുവേണ്ടി ശാസ്ത്രീയമായ മെത്തേഡ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ പറയുന്നത്. Okay, then W Tailor's 4 principles of scientific management. Tailor advocate there are 4 principles of scientific management. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ 4 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റീപ്ലേസ് റൂൾ ഓഫ് തമ്പ് വർക്ക് മെത്തേഡ്സ് വിത്ത് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ ടാസ്ക്. എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ വർക്ക് മെത്തേഡ്സൊക്കെ റീപ്ലേസ് ചെയ്ത് ശാസ്ത്രീയമായ രീതിയിലുള്ള മെത്തേഡ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. റീപ്ലേസ് റൂൾ ഓഫ് തമ്പ് വളരെ വർഷങ്ങൾ മുമ്പേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രഡീഷണൽ മെത്തേഡ്സിന് പകരമായിട്ട് സയൻറ്റിഫിക് മെത്തേഡ്സ് കൊണ്ടുവരുന്നു. അതാണ് റീപ്ലേസ് റൂൾ ഓഫ് തമ്പ് വർക്ക് മെത്തേഡ്സ് വിത്ത് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ ടാസ്ക്. Then scientifically select, train and develop each workers rather than passively leaving them to train themselves. ഇനി നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതും ശാസ്ത്രീയമായി, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതും സയൻറ്റിഫിക് മെത്തേഡിലൂടെ, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് വർക്കേഴ്സ്, അതെല്ലാം സയൻറ്റിഫിക്കലി ആണ് ഇവിടെ നടത്തുന്നത്. അല്ലാതെ അവരെ പാസീവായിട്ട് ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക വർക്കേഴ്സിനെ, അല്ലാതെ അവർ ട്രെയിനിങ്ങിന് പഴയ മെത്തേഡ്സും ടെക്നിക്സും ഉപയോഗിക്കുകയാണെങ്കിൽ അവരിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല. സോ scientifically select, train and develop each workers. Next, cooperate with the workers to ensure that scientifically developed methods are being followed. നമുക്കറിയാം സയൻറ്റിഫിക് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വർക്കേഴ്സിൻ്റെ കോഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ കോഓപ്പറേഷൻ വിത്ത് ദ വർക്കേഴ്സ് ടു എൻഷുർ ദാറ്റ് സയൻറ്റിഫിക്കലി ഡെവലപ്ഡ് മെത്തേഡ്സ് ആർ ബീയിങ് ഫോളോഡ്. എന്നുവെച്ചാൽ അവരുടെ കോഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ സയൻറ്റിഫിക് ശാസ്ത്രീയമായ മെത്തേഡ്സുകളും ടെക്നിക്സുകളൊന്നും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ അവിടെ കോഓപ്പറേഷൻ വിത്ത് വർക്കേഴ്സ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ സക്സസിൻ്റെ വലിയൊരു ഘടകമാണ്. ദെൻ ഡിവൈഡ് വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഇനി വർക്കേഴ്സിൻ്റെയും അതുപോലെ തന്നെ മാനേജേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. വർക്ക് മാനേജർ എന്ത് വർക്ക് ചെയ്യണം, വർക്കേഴ്സ് എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി, അത് കൃത്യമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വർക്കേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ്, അവരുടെ ജോലികൾ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ മാനേജേഴ്സിൻ്റെ വർക്ക് ഇതൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. The managers apply scientific management principles to planning the work and workers actually perform the task. ഇപ്പോൾ മാനേജേഴ്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ വർക്കേഴ്സ് അവരുടെ വർക്ക് ചെയ്യുന്നതിനും സയൻറ്റിഫിക് മെത്തേഡ്സും ടെക്നിക്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദീസ് ആർ ദ മെയിൻ 4 പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. The main objectives of scientific management are listed below. That is, to increase the rate of production with the help of standardized tools, equipments and methods. Production increase ചെയ്യുക, സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ്സും എക്യുപ്മെൻറ്റ്സും ടൂൾസൊക്കെ ഉപയോഗിച്ച് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കുക.
That is one of the main objective of scientific management. Improve the quality of production by effective inspection and quality control through scientific search. പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എങ്ങനെ? ഇൻസ്പെക്ഷനിലൂടെയും ക്വാളിറ്റി കൺട്രോൾ ചെക്കിങ്ങിലൂടെയും എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. The next, systematic planning and regulation of cost control mechanism will reduce the cost of production. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാനിങ്ങിലൂടെയും കോസ്റ്റ് കൺട്രോളിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, സയൻറ്റിഫിക്കായിട്ട് പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ടെക്നീക്സിലൂടെയൊക്കെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. Then to eliminate waste of time and resources and to implement effective method of production. നമുക്ക് മാക്സിമം വേസ്റ്റേജ് ഓഫ് ടൈം ഇല്ലാതെയും വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ഇല്ലാതെയും ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ടൈം സ്റ്റഡിയും മോഷൻ സ്റ്റഡിയും ഒക്കെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വർക്കേഴ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുന്ന സിസ്റ്റമുണ്ട്. അപ്പോൾ വേസ്റ്റേജ് ഓഫ് ടൈം ഇല്ലാതെയും റിസോഴ്സസ്, നമ്മുടെ മെറ്റീരിയൽ റിസോഴ്സസ് വേസ്റ്റേജ് ഇല്ലാതെ ഉപയോഗപ്പെടുത്താനും ഒക്കെ ആയിട്ട് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലൂടെ സാധിക്കുന്നു. Then to recruit right person for the right job through scientific selection and training, which in turn will control employees turnover. അപ്പോൾ കൃത്യമായ ജോലിക്ക് കൃത്യമായിട്ടുള്ള വ്യക്തികളെ നമുക്ക് തിരഞ്ഞെടുക്കാനും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാനും സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലൂടെ സാധിക്കുന്നു. അപ്പോൾ ടു റിക്രൂട്ട് റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്, കറക്റ്റ് ജോബ് ചെയ്യാനായിട്ട് കഴിവുള്ള വ്യക്തികളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നു. അതെല്ലാം ശാസ്ത്രീയമായ രീതിയിലൂടെയാണ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യണതും സെലക്ട് ചെയ്യണതും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എംപ്ലോയീസിൻ്റെ ടേൺ ഓവർ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. എംപ്ലോയി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് സ്ഥാപനം വിട്ടുപോകുന്ന റേറ്റാണ് എംപ്ലോയി ടേൺ ഓവർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ശാസ്ത്രീയമായ രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നു, അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് സയൻറ്റിഫിക് മെത്തേഡിലൂടെ കൊടുക്കുമ്പോൾ അവർ സ്ഥാപനം വിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നതല്ല. അപ്പോൾ ലേബർ ടേൺ ഓവർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ലെഫ്റ്റ് ഫ്രം ദ ഓർഗനൈസേഷൻ, സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് വിട്ടുപോകുന്ന അവസ്ഥയാണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്. Establishing a sound system of wage payment so that the efficiency of output is maximum. ഇവിടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഓൺ ദ ബേസ് ഓഫ് ഔട്ട്പുട്ട്. അവർ ഓരോ എംപ്ലോയീസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ അല്ലാതെ വെറുതെ ടൈമിന് വന്ന് ടൈമിന് പോകുക, അവിടെ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ട് അല്ലാതെയാണെങ്കിൽ എംപ്ലോയീസ് എല്ലാം ലേസി ആയിരിക്കും, അവർ ആബ്സെൻ്റ് കൂടും. പക്ഷേ ഇവിടെ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് വേജസ് കൊടുക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് അവർ വർക്ക് ചെയ്യും. കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വേജസും കിട്ടും. ഓക്കെ. Then ensuring a steady flow of quality goods to the consumers at reasonable price. പിന്നെ കൺസ്യൂമേഴ്സിലേക്ക് റീസണബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് എത്തിക്കുക എന്നതും സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, ദീസ് ആർ ദ വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. Then features of scientific management. The first feature of scientific management is separating planning and doing. Tailor advocate that planning should be separated from actual performance. ടൈലർ പറയുന്നത്, അല്ലെങ്കിൽ ടൈലർ സജസ്റ്റ് ചെയ്യുന്നത് പ്ലാനിങ്ങിനെ ആക്ച്വൽ പെർഫോമൻസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം പെർഫോമൻസ് ആൻഡ് ഷുഡ് ബി ഗിവൺ ടു സ്പെഷ്യലിസ്റ്റ്. അത് ഓരോ സ്പെഷ്യലിസ്റ്റിന് വർക്ക് ഏൽപ്പിക്കുക. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കഴിവുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ആ ഏരിയ അസൈൻ ചെയ്ത് കൊടുക്കുക. ദ വർക്കേഴ്സ്
ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ഡൂയിങ് ഫങ്ഷൻ. ഇവിടെ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഡൂയിങ് ഫങ്ഷനാണ്. അവരാണ് ആക്ച്വൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, വർക്കേഴ്സാണ്. അപ്പോൾ ഇവിടെ ഡൂയിങ് ഫങ്ഷൻ എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? വർക്കേഴ്സിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റിംഗ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും. ഡൂയിങ് എന്ന് പറയുന്നത് വർക്കേഴ്സ് ആയിരിക്കും. Then functional foremanship. One of the main feature of scientific management is functional foremanship. Taylor advocated functional foremanship to supervise workers. ഇവിടെ വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അണ്ടർ ദിസ് സിസ്റ്റം 8 persons are appointed to supervise the workers. ഈ സിസ്റ്റത്തിൽ 8 സൂപ്പർവൈസർമാരെ വർക്കേഴ്സിൻ്റെ വർക്കിനെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദിസ് 4 ആർ എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് പ്ലാനിങ് ദ വർക്ക്. ഇതിൽ 8 പേരിൽ ആദ്യത്തെ 4 പേര് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ടാസ്ക് ഓഫ് പ്ലാനിങ് ദ വർക്ക്, വർക്കുകൾ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഇത് ഫസ്റ്റ് 4 സൂപ്പർവൈസേഴ്സാണ്. അതിൽ ഫസ്റ്റ് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ. റൂട്ട് ക്ലർക്ക് ഈസ് റെസ്പോൺസിബിൾ ടു സ്പെസിഫൈ ദ റൂട്ട് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ റൂട്ട് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി റൂട്ട് ക്ലർക്കിനാണ്. ദെൻ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ഹീ ഈസ് റെസ്പോൺസിബിൾ ടു ഗിവ് ഇൻസ്ട്രക്ഷൻ ടു വർക്കേഴ്സ്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹീ ഈസ് റെസ്പോൺസിബിൾ ടു ഗിവ് ഇൻസ്ട്രക്ഷൻ ടു ദ വർക്കേഴ്സ്. വർക്കേഴ്സിന് കൃത്യസമയത്ത് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിൻ്റെ ഡ്യൂട്ടി. Then time and cost clerk, he is responsible to prepare time and cost sheet. ടൈം ഷീറ്റും അതുപോലെ തന്നെ കോസ്റ്റ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കിനാണ്. ദെൻ ഡിസിപ്ലിനറിയൻ എന്ന് പറഞ്ഞാൽ ഹി ഈസ് റെസ്പോൺസിബിൾ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ ഇടയിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം ഡിസിപ്ലിനറിയൻ ആണ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 4 സൂപ്പർവൈസേഴ്സാണ് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഡിസിപ്ലിനറിയൻ. Then second, another 4 of is entrusted with the operational and production function. Operational production functionുമായി ബന്ധപ്പെട്ടതാണ് other 4 പേഴ്സണൽസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്പീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. സ്പീഡ് ബോസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ടൈംലി കംപ്ലീഷൻ ഓഫ് ജോബ്. ആ സ്പീഡ് ബോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജോബ് ടൈംലി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം, വർക്കേഴ്സിനെ കൊണ്ട് വർക്ക് കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സ്പീഡ് ബോസിനാണ്. ദെൻ ഗാങ് ബോസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് മെഷീൻസ് ആൻഡ് ടൂൾസ് റെഡി ഫോർ വർക്ക്. നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് മെഷീൻസും മറ്റു ടൂൾസൊക്കെ സജ്ജമാക്കുന്ന അല്ലെങ്കിൽ അത് വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഗാങ് ബോസിനാണ്. Then repair boss, he is responsible to keep machines and tools in proper working condition. എന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യുക, മെഷീൻസ് ഒക്കെ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലല്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ട റെസ്പോൺസിബിലിറ്റി റിപ്പയർ ബോസിനാണ്. അനദർ ഇൻസ്പെക്ടർ, ഹി ഈസ് റെസ്പോൺസിബിൾ ടു മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് വർക്ക്. അപ്പോൾ ദീസ് ആർ ദ 8 functional specialists. First 4 is concerned with task of planning and the work, and the second 4 personals are entrusted with the operational and production function. Okay, this is the second feature of scientific management, functional foremanship. ഇതിൻ്റെ ഒരു ഡയഗ്രാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് 4 എന്ന് പറയുന്നത് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സെക്കൻഡ് 4 എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഫസ്റ്റ് 4 വരുന്നത് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത് ഓർ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത് ഗാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. ഓക്കെ, ദെൻ സയൻറ്റിഫിക് നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി. Work study implies an organized, objective, systematic and analytical
assessment of the efficiency of various operations in an enterprises എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി ഓറിൻ്റെ ഭാഗമാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിലുള്ള വിവിധ ഓപ്പറേഷൻസിനെ ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആൻഡ് അനലിറ്റിക്കൽ അസസ്മെൻറ്റ് ഓഫ് ദ എഫിഷ്യൻസി ഓഫ് വേരിയസ് ഓപ്പറേഷൻസ്. സ്ഥാപനത്തിലുള്ള വിവിധ ഓപ്പറേഷൻസിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അസസ്മെൻ്റ് ആണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഈച്ച് എലമെൻറ്റ്സ് ഓഫ് വർക്ക് ഈസ് ഡൺ. വർക്കിൻ്റെ ഓരോ എലമെൻറ്റിനെ കുറിച്ച് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഇവരെങ്ങനെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്ന രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള സ്റ്റഡിയാണ് സയൻറ്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചു, അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഓരോ വർക്കിൻ്റെയും എലമെൻറ്റ്സ് സ്റ്റഡി നടത്തുന്നതാണ് സയൻറ്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ടെക്നിക്സ്, ദാറ്റ് ഈസ് ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി ആൻഡ് മെത്തേഡ് സ്റ്റഡി. ടൈം സ്റ്റഡി ഡിറ്റർമിൻസ് ദ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. നമ്മളൊരു വർക്കർക്ക് ഒരു ജോബ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിറ്റർമിൻസ് ദ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ പർട്ടിക്കുലർ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് എടുക്കുന്ന സ്റ്റാൻഡേർഡ് ടൈം ഡിറ്റർമിൻ ചെയ്യുക, തീരുമാനിക്കുക എന്നുള്ളതാണ് ടൈം സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മോഷൻ സ്റ്റഡി റെഫേഴ്സ് ടു an in-depth study of movements of workers while doing a task. ഒരു വർക്കർ അയാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡീനെയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. സ്റ്റഡി the movements of a worker while doing a task. It helps to eliminate unnecessary movements in doing a task. ചില ആൾക്കാർ വെറുതെ അനാവശ്യമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അൺനെസസറി മൂവ്മെൻറ്റ്സ് അറ്റ് വർക്ക് പ്ലേസിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഷൻ സ്റ്റഡി നടത്തുന്നത്. ദെൻ ഫാറ്റിക് സ്റ്റഡി, ദാറ്റ് ഈസ് ക്ഷീണം. ഫാറ്റിക് സ്റ്റഡി ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽസ് ടു ബി ഗിവൺ ടു വർക്കേഴ്സ് ഇൻ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു വർക്കേഴ്സ് ഒരു ദിവസം മുഴുവൻ എടുക്കുകയാണെങ്കിൽ അവർക്കതിൽ റെസ്റ്റ് ഇൻ്റർവെൽസ് കൊടുത്തിരിക്കണം. അപ്പോൾ സ്റ്റഡി helps to find out the frequency of rest intervals. റെസ്റ്റ് ഇൻ്റർവെൽസ് എപ്പോഴൊക്കെയാണ് സാധാരണ, അതിൻ്റെ ഫ്രീക്വൻസി എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് റെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു വർക്ക് തന്നു, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മൾ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സമയം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇവർക്ക് റെസ്റ്റ് ടൈം ഉണ്ടാവും. അത് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത റെസ്റ്റ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് സ്റ്റഡി നടത്തുന്നതിനെയാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. Then method study. This study is conducted to find out the one's best method of performing a particular task. ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് കണ്ടെത്തുക, അതാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. സ്റ്റഡി കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദ വൺ ബെസ്റ്റ് മെത്തേഡ് ഓർ വേ ഓഫ് പെർഫോമിങ് എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സ്റ്റഡിയാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. Okay, that is scientific work study. The next, standardization. Another important feature of scientific management is standardization. Standardization is the process of setting standards for every business activity, process, raw materials, time, machinery and methods to achieve efficiency. Standardization എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിലും ആക്ടിവിറ്റിയിലും അതിലെല്ലാം സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക. സ്റ്റാൻഡേർഡ് മീൻസ് ഈസ് എ ക്രൈറ്റീരിയ. നമുക്ക് പെർഫോമൻസ് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, ഒരു ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യും. അതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി, പ്രോസസ്സ്, ടൈം, മെഷീനറി ഇതെല്ലാം എന്താണ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. എന്തിനു വേണ്ടി? ടു അച്ചീവ് എഫിഷ്യൻസി. കാര്യക്ഷമത ഇൻക്രീസ് ചെയ്യാനും നല്ല കാര്യക്ഷമത ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ ആവശ്യമാണ്. ദ നെക്സ്റ്റ്, സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ദ സ്റ്റാഫ്. ഇവിടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അനദർ ഫീച്ചർ എന്ന് പറയുന്നത് വർക്കേഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതും അവരെ സെലക്ട് ചെയ്യുന്നതും അതിനുശേഷം അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും സയൻറ്റിഫിക് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സിലൂടെയാണ്.
അവർക്ക് ഒരു വർക്ക് ചെയ്യാനായിട്ട് ടെക്നിക്കലി അവർ എത്രമാത്രം പെർഫെക്റ്റ് ആണ്, അങ്ങനെ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സയൻറ്റിഫിക് ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ ഒരു വ്യക്തിയെ റിക്രൂട്ട് ചെയ്ത് അവനെ സെലക്ട് ചെയ്ത് അവന് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ. അതാണ് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ദ സ്റ്റാഫ്. ദെൻ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ടൈലറിൻ്റെ വ്യൂ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ എത്രമാത്രം വർക്ക് അവൻ ചെയ്തു, എത്ര ഔട്ട്പുട്ട് ഉണ്ടായി, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് വേജസ് കൊടുക്കുന്നത്. അപ്പോൾ ടൈലർ അഡ്വക്കേറ്റഡ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് ടു വർക്കേഴ്സ്. വർക്കേഴ്സിന് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ് ടൈലേഴ്സ് നിർദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ വർക്ക് ചെയ്യുന്നതിന് കൂടുതൽ വേജസ്, കുറവ് വർക്ക് ചെയ്യുന്നതിന് കുറവ് വേജസ്. എന്നുവെച്ചാൽ അവരുടെ പെർഫോമൻസ് ബേസ്ഡ് ആണ് ഇവിടെ വേജസ് കൊടുക്കുന്നത്. Based on this scheme, a worker who finished the standard work receives wages at better rate per piece and one who does not finish receive a lower rate. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം വർക്ക് ചെയ്യാനായിട്ട് ഓൾറെഡി നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. അതിന് മുൻപോ ആ സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ബെറ്റർ വേജസ് കിട്ടും. ഇനി സ്റ്റാൻഡേർഡ് ടൈം കഴിഞ്ഞിട്ടും ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ലോവർ റേറ്റ് ഓഫ് വേജസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ദെൻ മെൻ്റൽ റവല്യൂഷൻ. Scientific management brings a complete changes in the mental attitude of employees along with management. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ പറയുന്നത് എംപ്ലോയീസിൻ്റെയും അതോടൊപ്പം തന്നെ മാനേജിൻ്റെയും മാനസികമായിട്ടുള്ള അനുഭവങ്ങൾ എന്നുവെച്ചാൽ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രീയമായ മെത്തേഡ്സും ടെക്നിക്സൊക്കെ അപ്ലൈ ചെയ്ത് എംപ്ലോയീസിൻ്റെയും മാനേജ്മെൻറ്റെയും മെൻ്റൽ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കുക, ചേഞ്ചസ് കൊണ്ടുവരിക. മെൻ്റൽ റവല്യൂഷൻ ഇൻവോൾവ്സ് ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. വർക്കേഴ്സിൻ്റെയും മാനേജ്മെൻറ്റെയും ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് ആണ് മെൻ്റൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ബോത്ത് ഷുഡ് റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ അതർ ആൻഡ് ഷുഡ് കോഓപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. എന്നുവെച്ചാൽ മാനേജ്മെൻ്റ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും പരസ്പരം അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും പരസ്പരം കോഓപ്പറേഷനിലൂടെ മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത്. അതാണ് മെൻ്റൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. I hope all you understood this topic very well. Thank you.